നന്നായിട്ട് പഠിപ്പിക്കുക. നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കും. ഇത് മാത്രമേ ഒരു ലക്ഷ്യം. അതെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളതാണ്. എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പിന്നാരിച്ച് നോക്കിക്കൊണ്ടാണ്. അങ്ങനെ ഇവിടെ ചിന്മയ സ്കൂളിൽ ചേർത്തു. അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു. അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഇന്ന് വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന്. അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം, അച്ഛൻ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് 2 കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം. അതൊരു ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ്. ഞാൻ ബാംഗ്ലൂരൊക്കെ വേണം, നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ? ഇല്ല വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, ധൈര്യമായിട്ട്. അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം. അപ്പം ഞാൻ അടുത്ത് പോയി രക്ഷപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇതാവുമെന്ന് വെച്ചു. അങ്ങനെ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു. അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറേ കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ 1-2 കമ്പനിയിലും ജോലി ചെയ്തു. അപ്പോഴൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമോ. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ്. മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരാൾ ഞാൻ മാത്രമേ കാണുള്ളൂ. ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക, ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. അപ്പം അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമോ വന്നാൽ ഞാൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സമയത്ത് 2 വർഷം മുമ്പാണ് എന്ന് പറയുന്നത്, ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ, അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടുകൂടി, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് ആദ്യമായിട്ട് എന്നെ തുറന്നു വന്നു. ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തു കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. ആശ വഴിയാണ് ഞാൻ അറിയാറ്. അപ്പം ആശ പറഞ്ഞു, മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല. കാരണം അവളുടെ ഇഷ്ടമാണ്. ഒരിക്കലും എൻ്റെ ആഗ്രഹം വരെയാണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ നമുക്ക് വനിതയിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാം. അച്ഛക്ക് ഇപ്പം ചാൻസ് ആരുടെയെങ്കിലും വിളിച്ചു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ. നമുക്കൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു, മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു. കിട്ടും. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്ന് ഇവിടം വരെ എത്തി. ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത്. സേതു എന്ന് പറഞ്ഞു, മനോജേട്ട മോൾക്കൊരു നല്ല റോളുണ്ട്, നല്ല പ്രൊഡക്ഷനാണ്. മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ്. നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത്, ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക, അവരാണ് തീരുമാനിക്കേണ്ടത്. ഫീമെയിൽ ആർട്ടിസ്റ്റാണ്, അവരത്ര എക്സ്പീരിയൻസ്, എത്ര ക്യാരക്ടർ ചൂസ് ചെയ്യും നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ച് പറയുക, അവർ കഥ കേട്ടിട്ട് എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി. അതിനുശേഷമാണ് ഞാൻ
ഒക്കെ ഈ കഥ കേൾക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല. പൂർവ്വശിയായാലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയെ മുടിച്ചു എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത്. ഞാനും വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത്. പക്ഷെ മോൾക്ക് സുന്ദരിയായ സ്റ്റെല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.